നിശബ്ദതയെ നിങ്ങൾക്കിഷ്ടമാണോ? മൗനത്തെ നിങ്ങൾ പ്രണയിക്കുന്നുണ്ടോ? മൗനത്തെ പ്രണയിച്ച, നിശബ്ദത ഇഷ്ടപ്പെട്ട മറിയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത്. മൗനത്തിൻ്റെ ഒത്തിരി നല്ല മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ച മറിയത്തിലേക്ക് നമുക്ക് പോകാം. ഈ മറിയത്തിൻ്റെ നിശബ്ദതയാണ് കർമ്മലമലയിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഒരു മലയുടെ പോലും മനോഹാരിതയ്ക്ക് നിശബ്ദത കൊണ്ടുവരുന്ന ഒരു പ്രാധാന്യമുണ്ട്. മറിയത്തിൻ്റെ മൗനം കർമ്മലമലയെപ്പോലും അലങ്കരിക്കുന്നു. 12-ാം നൂറ്റാണ്ടിൽ ഈ മറിയത്തിൻ്റെ മൗനത്തെ വീണ്ടെടുക്കുവാനാണ് ആദ്യത്തെ താപസരായ കർമ്മലീത്തർ കർമ്മലമലയിൽ ധ്യാനനിരതരായിട്ടിരിക്കുന്നത്. ഈ കർമ്മലമലയിലാണ് ഏലിയാ പ്രവാചകൻ ബാൽദൈവത്തിൻ്റെ പ്രവാചകന്മാരെ വാളിനിരയാക്കിയത്. അതിനു മുമ്പ് ഏലിയാ പ്രവാചകൻ ഹോറേബ് മലയുടെ അടിവാരത്ത് മൗനത്തെ ധ്യാനിക്കുന്നുണ്ട്. മറിയത്തിൻ്റെ മൗനത്തിലേക്ക് വരുമ്പോൾ മൗനത്തിൻ്റെ ഒത്തിരി ശൃംഖലകൾ മറിയത്തിൻ്റെ ജീവിതത്തിലുണ്ട്. സുവിശേഷത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മംഗളവാർത്ത സമയത്ത് മറിയം മൗനിയാണ്. ഈ മറിയത്തിൻ്റെ മൗനത്തിലേക്കാണ് ദൈവം ഇറങ്ങി വരുന്നത്. മൗനത്തിൽ നിൽക്കുന്ന മറിയം ദൈവത്തെ കണ്ടെത്തുന്നു, തന്നെ കണ്ടെത്തുന്നു. ദൈവത്തിന് തന്നെക്കുറിച്ചുള്ള പ്ലാനും പദ്ധതിയും മറിയം തിരിച്ചറിയുന്നത് ഈ മൗനത്തിലാണ്, നിശബ്ദതയിലാണ്. ഒരു നേരത്തെ മൗനം മാത്രമല്ല മറിയത്തിൻ്റെ ജീവിതത്തിൽ കാണുന്നത്. മൗനത്തിൻ്റെ ഒരു നീണ്ട ശൃംഖല മറിയത്തിൻ്റെ ജീവിതത്തിലുണ്ട്. വീണ്ടും നമ്മൾ കാണുന്നു, ഉണ്ണിയായ ഈശോ പിറന്നു കഴിഞ്ഞ് ദേവാലയത്തിലേക്ക് സമർപ്പിക്കുവാൻ ചെല്ലുമ്പോൾ ശിമയോൻ എന്ന ദീർഘദർശി ഒരു വാളിനെക്കുറിച്ചുള്ള പ്രവചനം നടത്തുമ്പോഴും മറിയം മൗനിയാണ്. ഇതെല്ലാം ഹൃദയത്തിലിട്ടവൾ ധ്യാനിക്കുകയാണ്, ദൈവീക പദ്ധതി പൂർണ്ണമായിട്ടും വെളിപ്പെട്ട് കിട്ടുവാൻ. മറിയത്തിൻ്റെ ജീവിതത്തിലെ നിരന്തരമായൊരു ഭാവമാണ് സുവിശേഷാത്മകമായിട്ടുള്ള മൗനം. മൗനത്തിൽ മറിയം എല്ലാത്തിൻ്റെയും അർത്ഥം കണ്ടെത്തുന്നു. ബാലനായ യേശു ദേവാലയത്തിൽ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴും മറിയം അവിടെ കൂടുതൽ സമയം മൗനത്തിൽ തന്നെ നിൽക്കുകയാണ്. കാരണം ദൈവത്തിൻ്റെ പദ്ധതി ഈ മൗനത്തിലാണ് മറിയത്തിന് വെളിപ്പെട്ട് കിട്ടുന്നത്. ദൈവരാജ്യത്തെക്കുറിച്ച് ഈശോ പ്രഘോഷിക്കുമ്പോൾ ഈശോ ഇങ്ങനെ പറയുന്നുണ്ട്, ആരാണെൻ്റെ അമ്മ, ആരാണെൻ്റെ സഹോദരനും സഹോദരിയും. ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന മറിയം ഒരു വാക്ക് ഉച്ചരിക്കുന്നില്ല, മറുവാക്ക് പറയുന്നില്ല. ഇതെല്ലാം ഹൃദയത്തിൽ ധ്യാനിക്കുന്നു. വീണ്ടും കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന മറിയം മൗനിയല്ലേ? ഈ കുരിശിൻ്റെ ചുവട്ടിൽ ലോകരക്ഷയ്ക്കായിട്ടുള്ള ഏറ്റവും വലിയ ബലി നടക്കുമ്പോൾ, ഗാഗുൽത്തായിലെ ബലി അരങ്ങേറുമ്പോൾ മറിയം ഇതെല്ലാം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് സുവിശേഷാത്മകമായിട്ടുള്ള മൗനത്തിൻ്റെ ഭാവം സ്വീകരിച്ച് നിശബ്ദതയിൽ എല്ലാം ഹൃദയത്തിൽ ഒരുക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതി തന്നിലൂടെ നിറവേറട്ടെ. ദൈവത്തിന് തന്നെക്കുറിച്ച് വലിയൊരു പദ്ധതി ഉണ്ടെന്ന് മറിയം തിരിച്ചറിയുന്നതും അതിൻ്റെ വളർച്ചയിലേക്ക് എത്തുന്നതുമൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ മൗനത്തിൻ്റെ വലിയ ശൃംഖല മറിയത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ട്. ഈ മറിയത്തിൻ്റെ മൗനത്തെയാണ് കർമ്മലമല എടുത്തിരിക്കുന്നത്. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴും നമുക്കറിയാം, നിശബ്ദതയ്ക്കും മൗനത്തിനും ഒരു സ്ഥാനമുണ്ട്. മലയിൽ ഈശോ രൂപാന്തരപ്പെടുന്ന സമയത്ത് അപ്പോസ്തലന്മാരായ 3 പേര് കൂടെയുണ്ടല്ലോ. ഈ സമയത്തും അവിടെ വലിയ സംസാരങ്ങളില്ല. പക്ഷെ ആ നിശബ്ദതയുടെ നിറവിൽ അപ്പോസ്തലന്മാർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു. അവിടെയും മൗനമാണ് അവരുടെ ജീവിതത്തിന് ഒരു പുതിയ നിർവചനം കൊടുക്കുന്നത്. അതായത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ എൻട്രി, മനുഷ്യജീവിതത്തിലുള്ള ഏറ്റവും വലിയ എൻട്രി നടക്കുന്നത് ബഹളത്തിൻ്റെ നടുവിലല്ല, മൗനാത്മകമായിട്ടുള്ള ധ്യാനത്തിൻ്റെ നിറവിലാണ്. അതാണ് നമ്മളിവിടെ കാണുന്നത്. എലിയാ പ്രവാചകൻ്റെ ജീവിതത്തിലും നമ്മൾ കണ്ടു കഴിഞ്ഞു. നിർണായകമായൊരു ഘട്ടത്തിൽ, എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നൊരു ഘട്ടത്തിൽ ഹോറേബ് മലയുടെ നിശബ്ദതയിലേക്ക് അവൻ ഉൾവലിഞ്ഞു കഴിയുമ്പോഴാണ് അവൻ
ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്ന മന്ദമാരുതനിൽ, ബഹളത്തിൻ്റെ നടുവിലല്ല, നിശബ്ദതയുടെ നിറവിലാണ് ഏലിയാ പ്രവാചകനും മുന്നോട്ട് സഞ്ചരിക്കുവാനുള്ള ഊർജം കിട്ടുന്നത്. അതിനും മൗനമാണ് ബാക്ക്ഗ്രൗണ്ടായിട്ട് നിൽക്കുന്നത്. എന്തിന്? മാർത്താമറിയത്തിൻ്റെ ഭവനത്തിൽ ഈശോ വരുന്നുണ്ട്. ഈശോ ഒത്തിരി സ്നേഹിച്ചിരുന്നൊരു കുടുംബമാണ്. മാർത്തയുടെ ബഹളത്തെക്കുറിച്ചും പരിഭവത്തെക്കുറിച്ചും സുവിശേഷകൻ രേഖപ്പെടുത്തുന്നു. പക്ഷേ മറിയം ഏറ്റവും നല്ലത് തിരഞ്ഞെടുത്തെന്ന് പറയുന്നു. മാർത്തയുടെ സഹോദരിയായ മറിയം ചെയ്തതെന്താണ്? സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈശോയുടെ പാദാന്ത്യത്തിലിരുന്നു കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി മൗനിയായിട്ടിരിക്കുന്നു. ഈ മൗനത്തിൻ്റെ നിമിഷമാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഇടപെടൽ നടക്കുന്നത്, നമ്മളെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ വരുന്നത്, ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഭാവം ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ രൂപപ്പെടുന്നത് മൗനത്തിൻ്റെ നിമിഷത്തിലാണ്. അതും നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. കർമ്മലമലയിൽ 12-ാം നൂറ്റാണ്ടിൽ ആദ്യത്തെ താപസരൊക്കെ ധ്യാനിച്ചെടുക്കുന്നത് ഈ മൗനമാണ്. ഈ മൗനത്തിൻ്റെ നിറവിലാണ് അവർ ദൈവത്തെ കണ്ടെത്തുവാനായിട്ട് പരിശ്രമിക്കുന്നത്. കർമ്മലീത്ത നിയമത്തിലും മൗനത്തിൻ്റെ പ്രാധാന്യം എടുത്തു പറയുന്നുണ്ട്. ആ മൗനത്തിൽ ദൈവവചനം നിരന്തരം ധ്യാനിക്കുന്നൊരു സന്യാസ സമൂഹമാണ്. ആ ചൈതന്യം ലഭിക്കുന്നത് കർമ്മലമലയിൽ നിന്നാണ്. പിൽക്കാലത്ത് കർമ്മലീത്ത സഭയിൽ നവീകരണത്തിനായിട്ട് യോഹന്നാൻ ക്രൂസും അമ്മ ത്രേസ്യയും ഇറങ്ങിത്തിരിക്കുമ്പോഴും അവരുടെയൊക്കെ ജീവിതത്തിൽ ധ്യാനാത്മകമായിട്ടുള്ള നിശബ്ദതയ്ക്കും മൗനത്തിനും അതിൻ്റേതായിട്ടുള്ള സ്ഥാനമുണ്ട്. പ്രത്യേകിച്ച് യോഹന്നാൻ ക്രൂസിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു തൊളേതു അനുഭവമുണ്ട്. അതായത് തൻ്റെ തന്നെ സന്യാസ സമൂഹത്തിലെ അംഗങ്ങൾ അദ്ദേഹത്തെ പ്രത്യേക കാരണങ്ങൾ കൊണ്ട് തൊളേദോ എന്ന ആ ഒരു ഇരുട്ടറയിൽ 8.5 മാസക്കാലം അടക്കുന്നു. ആ ഇരുട്ടറയിൽ ഇരുട്ട് മാത്രമല്ല, മൗനവും അത് കൂട്ടുണ്ട്. മൗനം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ മൗനത്തിൻ്റെ നിറവിൽ യോഹന്നാൻ ക്രൂസ് ദൈവത്തെ കണ്ടെത്തുകയാണ്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഇടപെടൽ യോഹന്നാൻ ക്രൂസ് നടക്കുന്നതും ഈ മൗനത്തിൻ്റെ നിറവിലാണ്. അത് തൊളേതോ ഒരു അവസരമായിട്ട് മാറുകയാണ്. ആ നിശബ്ദതയിൽ ദൈവസ്നേഹത്തെ ധ്യാനിച്ച് യോഹന്നാൻ ക്രൂസ് സ്നേഹഗീത എന്ന ഏറ്റവും വലിയ കാവ്യമെഴുതിയത് ദൈവവും മനുഷ്യനും ദൈവവും മനുഷ്യാത്മാവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം നിറഞ്ഞു നിൽക്കുന്ന സ്നേഹഗീത എഴുതിയത് ഇതിൽ വെച്ചാണ്, ഈ തൊളേദോയിലെ കാരാഗ്രഹത്തിൽ വെച്ചാണ്. അവിടെയും മൗനമാണ് ബാക്ക്ഗ്രൗണ്ടായിട്ട് നിൽക്കുന്നത്. മൗനത്തിലാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ എൻട്രി എന്ന് നമ്മൾ സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അമ്മ ത്രേസ്യയുടെയും ധ്യാനാത്മകമായിട്ടുള്ള ജീവിതത്തിൽ മൗനത്തിൻ്റെയും നിശബ്ദതയുടെയും ഒക്കെ ആവശ്യതയെക്കുറിച്ച് ഊന്നിപ്പറയുന്നുണ്ട്. ആകയാൽ സ്നേഹം നിറഞ്ഞവരെ, ജൂലൈ 16-ാം തീയതി കർമ്മലമാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ കർമ്മലമലയിൽ നിറഞ്ഞു നിന്ന ആ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ ആ തായ്തണ്ടായിട്ട് നിൽക്കുന്നൊരു ചൈതന്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ദൈവത്തിൻ്റെ മുമ്പിൽ അധികം വാക്കുകൾ വേണ്ട, മൗനത്തിൻ്റെ ഭാവം മാത്രം മതി. ആ മൗനത്തിലൂടെ ദൈവം ഇടപെടും. അവിടെ നമുക്ക് കിട്ടുന്ന തിരിച്ചറിവ് വലുതാണ്. നമ്മളെക്കുറിച്ചുള്ള തിരിച്ചറിവും ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യവും ദൈവത്തിൻ്റെ ഇടപെടലും മൗനത്തിലേക്ക് നമുക്ക് മടങ്ങാം.